അളവില്ലാതെ അളവില്ലാതെ നിറയണമേ യേശുവേ, അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ദൈവത്തിന് പനിയും ക്യാൻസറും എല്ലാം ഒരുപോലെയാണ്. പനി വന്ന് സൗഖ്യമായാലും അത് സൗഖ്യമാക്കിയത് ആരാണ്? ദൈവമാണ്. ക്യാൻസർ വന്ന് സൗഖ്യമാക്കിയാലും അത് സൗഖ്യമാക്കിയത് ആരാണ്? കർത്താവാണ്. കർത്താവിന് ഇത് രണ്ടും ഒരുപോലെ ഉള്ളൂ. കാര്യം അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം എന്തെന്ന് നമ്മൾ അറിഞ്ഞു കഴിയുമ്പോഴാണ് അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ, അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും അല്ല, അതൊരു സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്നു. കാര്യം അവൻ അത്രയ്ക്കും വലിയവനാണല്ലോ. When you know your God, who your God is, how great your God is, then you know what happens. ഈ എക്സൈറ്റ്മെൻ്റ് അല്ല, ഒരു സ്നേഹം, കുറെ കൂടെ അടുപ്പം, ഒരു സന്തോഷം, അതൊക്കെയാണ് ഇല്ലേ? കർത്താവിനെ നമ്മൾ അറിയുമ്പോഴുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളോടുള്ള മനസ്സലിവിൻ്റെ ഭാഗമായി അവൻ ചെയ്യുന്നത്. അപ്പോഴെന്താ നമ്മൾ ചെയ്യുന്നതെന്ന് അറിയാമോ? ഏറ്റവും ചില്ലറ കാര്യത്തിനും കർത്താവിനെ സ്തോത്രം ചെയ്യാൻ തുടങ്ങും. ദൈവത്തിന് ശരിയായിട്ട് വിശ്വാസമില്ലെങ്കിൽ വലിയ വലിയ കാര്യം ചെയ്താലേ സ്തോത്രം ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ പേന എഴുതിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് തെളിഞ്ഞില്ല, അത് നന്നായിട്ട് തെളിയാണെങ്കിലും അന്നേരം നമ്മൾ എന്തോ ചെയ്യും? കർത്താവേ സ്തോത്രം, ഓ പ്രൈസ് ദി ലോർഡ്. കാര്യം ശരിയായിട്ട് തെളിയാത്ത പേന നന്നായിട്ട് തെളിയുന്നതും എൻ്റെ ക്യാൻസർ സൗഖ്യമാകുന്നതും എല്ലാം ദൈവത്തിന് ഒരുപോലെ ഉള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. കാര്യം ദൈവം അത്രയ്ക്കും കഴിവുള്ളവനാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ കൺസേൺഡ് ആണ്. എൻ്റെ പേന, എൻ്റെ എഴുത്ത്, എനിക്ക് ഏറ്റവും പ്രശ്നമുള്ള ഒരു കാര്യം പേനായ, പലർക്കും അറിയാം. നല്ല പേന ഇല്ലാതെ എനിക്ക് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എവിടെ നടന്നാലും ആദ്യം നോക്കുന്നത് ഇവിടെ ഏതാ പേന കടയെന്നാണ്. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല പേന കിട്ടുമെന്ന്. കാര്യം ഒരു പേന നന്നായിട്ടില്ലെങ്കിൽ എനിക്ക് വലിയ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കർത്താവിന് ഏറ്റവും കൂടുതൽ സ്തോത്രം ചെയ്യുന്ന ഒരു സന്ദർഭം എഴുതാൻ കൊള്ളാവുന്ന നല്ലൊരു പേന, വില കൂടിയ പേനയൊന്നുമല്ല, നല്ല സ്മൂത്തായിട്ട് എഴുതാൻ കൊള്ളാവുന്നൊരു പേന കിട്ടിയാൽ 100% ഞാൻ പറയാം, ഞാൻ ഇരുന്ന് കർത്താവിന് സ്തോത്രം ചെയ്യും. അതിപ്പോഴും ചെയ്യും. എനിക്കൊരു നല്ല പേന കിട്ടും. നിങ്ങൾ ആരെനിക്ക് പേന വാങ്ങിച്ചു തന്നാലും ശരിയാകത്തുമില്ല. അതുകൊണ്ട് ആരും എനിക്ക് പേനയൊന്നും വാങ്ങിച്ചു തരണ്ട. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വില കൂടിയ പേനയുടെ വിഷയമല്ല, എനിക്ക് സ്മൂത്തായിട്ട് റൈറ്റ് ചെയ്യാൻ പറ്റുന്ന, എൻ്റെ കൈക്കിണങ്ങുന്ന ഒരു പേന എവിടെന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കടയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും കർത്താവിന് സ്തോത്രം ചെയ്യും. കാര്യം ഞാൻ 10, 50, 100 പേന വാങ്ങിച്ച് നോക്കിയിട്ടുണ്ട്, പല പ്രാവശ്യം ശരിയാകാത്തത്. എനിക്ക് നല്ലൊരു പേന തരാൻ കർത്താവ് എൻ്റെ കാര്യത്തിൽ കൺസേൺഡ് ആണ്. അതുപോലെയാണ് എനിക്കൊരു പനി വന്നാലും, എൻ്റെ കൈ ഒടിഞ്ഞാലും, എനിക്ക് ക്യാൻസർ വന്നാലും എല്ലാം ദൈവം എൻ്റെ കാര്യത്തിൽ കൺസേൺഡ് ആണ്. നിങ്ങളുടെ ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും കർത്താവ് ഒന്നുപോലെ കൺസേൺഡ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്തതായിട്ട് നമ്മൾ പ്രവചനം എന്ന് കാണുന്നു. പ്രവചനത്തെക്കുറിച്ച് ചില ചില്ലറ കാര്യങ്ങൾ, രാവിലെയും ചില ചോദ്യങ്ങളുണ്ടായിരുന്നു എന്ന് ഞാൻ പറയട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ കൃപാവരങ്ങളുടെ കൂട്ടത്തിൽ പ്രവചനം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന പ്രവചനം എന്ന് പറയുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആണ്. കാര്യം കൃപാവരങ്ങളുടെ കൂട്ടത്തിൽ 2 കാര്യങ്ങൾ സമാനതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഒന്ന്, അല്ലെങ്കിൽ ഇന്നത്തെ സ്വാഭാവികമായിട്ട് പറയുമ്പോൾ, ഒന്ന് ഭാഷകളുടെ വ്യാഖ്യാനം, അന്യഭാഷയുടെ വ്യാഖ്യാനം എന്ന് പറയുന്നുണ്ട്, പ്രവചനം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഒരു ചിന്ത ഇന്ന് വന്നത് അന്യഭാഷയുടെ വ്യാഖ്യാനത്തെയാണ് നമ്മൾ പൊതുവെ ഇന്ന് എന്തായിട്ട് പറയുന്നത്? പ്രവചനമായിട്ട് പറയുന്നത്. ഒരാൾക്ക് എന്നോടൊരു ദൂത് പറയാനുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതായ, അദ്ദേഹം വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ആദ്യം അന്യഭാഷയിൽ 2-3 വാക്കുകൾ പറയുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പ്രവചനം എന്നോട് പറയുന്നു. അതല്ല ഇവിടെ പറയുന്ന പ്രവചനം, അത് അന്യഭാഷകളുടെ വ്യാഖ്യാനം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ദൈവവചനത്തിലെ ഒരു പ്രധാനപ്പെട്ട കൃപാവരമാണ്. എന്താ ഭാഷകളുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത്? ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ ഒരു വ്യക്തി നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ, അന്യഭാഷയിൽ നമ്മൾ സംസാരിക്കുന്നു, ആ വ്യക്തിയോ മറ്റൊരാളോടോ നമ്മളുടെ ഭാഷയിൽ അത് നമുക്ക് പറഞ്ഞു തരുന്നു. ദാറ്റ് ഈസ് ബിഗ്. എന്നാൽ പ്രവചനം എന്ന് പറയുമ്പോൾ ഇവിടെ ഈ കൃപാവരങ്ങളുടെ കൂട്ടത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കിയാൽ ദൈവത്താൽ പ്രേരിതനായി നടത്തുന്ന സംഭാഷണം എന്ന നിലയിലാണ്, ഗാഡ് ഇൻസ്പയർഡ് സ്പീച്ച് എന്ന നിലയിലാണ് ഇവിടെ പ്രവചനത്തെ കാണുന്നത്. അത് ഒരു പക്ഷേ വ്യക്തിയോട് ഉള്ള ഒരു പ്രബോധനമാകാം. അതിന് അന്യഭാഷ പറയണമെന്ന് നിർബന്ധമില്ല. നമുക്കിപ്പോൾ അന്യഭാഷ പറയാതെ എന്തെങ്കിലും പറഞ്ഞാൽ പ്രവചനമേ ആകത്തില്ലെന്നുള്ള നിലയിലായിട്ടുണ്ട്. എന്തെങ്കിലും ഒരാളോട് പറയണമെങ്കിൽ അതിന് മേമ്പടിയായിട്ടുണ്ട് അന്യഭാഷയോട് പറഞ്ഞെങ്കിലേ പറ്റുള്ളൂ എന്നുള്ളൊരു സ്റ്റേജിലേക്ക് ഇപ്പം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അന്യഭാഷകളിൽ സംസാരിച്ചിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നത് നമ്മുടെ സഭയുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന കൃപാവരങ്ങളിൽ ഒന്നാണ്. അതിന് വില കുറച്ചാരും കാണണ്ട. എന്നാൽ ഇവിടെ പ്രവചനം എന്ന് പറയുന്നത് ഗാഡ് ഇൻസ്പയർഡ് സ്പീച്ച്.
ഹി ഈസ് ടോട്ടലി ഇൻസ്പയർഡ് ബൈ ഗാഡ്. നമ്മൾ പഴയ നിയമത്തിൽ പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്ന അവരെല്ലാം ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ദസ് സെയ്സ് ദ ലോർഡ്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇത് ശരിക്കും ഓൾഡ് ടെസ്റ്റമെന്റിലെ ഒരു ഫ്രേസിനോട് സമാനം, ഒരു സാധാരണ ഫ്രേസ് ഉണ്ട്. അതായത് നമ്മുടെ പാർട്ടികൾക്കുമൊക്കെ, കോൺഗ്രസ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒക്കെ സ്പോക്സ്മാൻ ഉണ്ട്. സ്പോക്സ്മാൻ, ഈ ഒരു സ്പോക്സ്മാൻ എന്താ ചെയ്യുന്നത്? ഒരു സ്പോക്സ്മാൻ പുറത്ത് പത്രപ്രവർത്തനത്തോടെ മറ്റുള്ളവരോട് എന്ന് പറയുന്നു, ദ പാർട്ടി സെയ്സ്. ദ പാർട്ടി സെയ്സ് എന്ന് അവർ പറയാൻ കാര്യം എന്താ? പാർട്ടി ഈ തീരുമാനമെടുത്തപ്പോൾ അയാളും അതിനകത്ത് ഭാഗഭാക്കായതുകൊണ്ടാണ്. അല്ലാതെ അയാൾക്ക് തോന്നുന്നത് പോയി പറയാൻ പറ്റത്തില്ല. ദ പാർട്ടി സ്പീക്സ്, ദ പാർട്ടി സെയ്സ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇതേപോലെ പഴയ നിയമ കാലയളവിൽ രാജാക്കന്മാരുടെ സ്പോക്സ്മെൻ ഉണ്ടായിരുന്നു. ദസ് സെയ്സ് ദ കിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരവരുടെ ഒറേക്കിൾ തുടങ്ങുന്നത്. രാജാവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഒരാൾ വന്നിട്ട് ചോദിക്കുക, രാജാവ് ഇപ്രകാരം അരുളി ചെയ്യുന്നത് എനിക്കെങ്ങനെ അറിയാം? അപ്പോൾ അയാൾ പറയുന്നത്, രാജാവ് രാജസഭയിൽ ഈ തീരുമാനമെടുത്തപ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു. അതാണ് രാജാവിൻ്റെ ആലോചനാ സഭയിൽ ഞാൻ നിന്ന് ശ്രദ്ധിച്ച കാര്യമാണ്. രാജാവ് ഇത് പറയാൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദസ് സെയ്സ് ദ കിങ് എന്ന് എനിക്ക് പറയാനുള്ള അവകാശം. ഇതേപോലെ ഒരു പ്രവാചകൻ പഴയ നിയമത്തിൽ ദസ് സെയ്സ് ദ ലോർഡ് എന്ന് പറയുമ്പോൾ ഒരാൾ ചോദിക്കുക, തനിക്കെങ്ങനെ അറിയാമോ ഇത് ദൈവം പറഞ്ഞതാണെന്ന്? അവൻ വ്യംഗ്യമായി നമ്മളോട് പറയുന്നത്, വെൻ ഗോഡ് ടുക്ക് ദിസ് ഡിസിഷൻ ഐ വാസ് ഇൻ ദി ഡിവൈൻ കൗൺസിൽ. ദൈവം ഈ തീരുമാനമെടുത്തപ്പോൾ ഞാൻ അവൻ്റെ ഡിവൈൻ കൗൺസിലിൽ ഞാനും അവിടെ ഉണ്ടായിരുന്നു. ആ ഉൾബോധ്യമാണ് ഒരു പ്രവാചകനെ ദൈവത്തിന് വേണ്ടി സംസാരിക്കാൻ പ്രാപ്തനാക്കുന്നത്. അതുകൊണ്ടാണ് ജെറമയ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യഹോവയുടെ ആലോചനാ സഭയിൽ നിൽക്കുന്നവൻ ആര്? അവൻ്റെ ആലോചന കേൾക്കേണ്ടത്, അവന് വേണ്ടി സംസാരിക്കേണ്ടതിന് അവൻ്റെ ആലോചനാ സഭയിൽ, അവൻ്റെ ഡിവൈൻ കൗൺസിലിൽ കയറി നിൽക്കുന്നവന് മാത്രമേ എന്ത് ചെയ്യാനുള്ള അവകാശമുള്ളൂ? ഒരു പ്രവചനം പറയാനുള്ള അവകാശമുള്ളൂ. പ്രവചനം എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ പ്രവചനങ്ങളും ഭാവിയെക്കുറിച്ചായിരിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, 2012 8-ാം മാസത്തിൽ നിനക്ക് വേണ്ടി ദൈവം ഒരു നന്മ ഒരുക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ പ്രവചനമാണ്. അതായത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം സംസാരിക്കുന്നത് മാത്രമാണ് പ്രവചനം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. വേദപുസ്തകം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ഒരു പക്ഷേ പ്രവചനത്തിനകത്ത് ഒരു ഫ്യൂച്ചർ ആസ്പെക്റ്റ് ഉണ്ടായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഭാവിയിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ദൈവത്തിൽ നിന്ന് കണ്ട് ദൈവം പറയുന്നത് കേട്ട് പറയുന്ന പ്രവാചകന്മാരുണ്ട്. എന്നാൽ ശരിക്കും ഒരു പ്രവാചകൻ എന്ന് പറയുന്നത് ഈസ് നോട്ട് ജസ്റ്റ് എ ഫോർട്ടെല്ലർ. ഫോർട്ടെല്ലർ എന്നാണ് പറയുന്നത്, ഭാവി പറയുന്ന വ്യക്തി. ഹി ഈസ് എ ഫോർത്ത് ടെല്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഈസ് സ്പീക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് സംബഡി. വേറൊരാൾക്ക് വേണ്ടി സംസാരിക്കുന്ന അവസ്ഥയെയും പ്രവചനമെന്നാണ് പറയുന്നത്. അതായത് ഞാൻ ഒരാളോടൊരു കാര്യം പറഞ്ഞു വിട്ടിട്ട് അയാൾ മറ്റൊരാളോട് ചെന്ന് പറയുകയാണെങ്കിൽ ഹി ഈസ് മൈ പ്രോഫറ്റ്. എനിക്ക് പറയാനുള്ളത് എനിക്ക് പകരം വേറൊരാൾ പറയുമ്പോൾ അയാളൊരു പ്രോഫറ്റാണ്. അതുകൊണ്ടാണ് ദൈവം മോശയോട് പറയുന്നു, നീ ധൈര്യമായിട്ട് ഫറവോന്റെ അടുക്കൽ ചെല്ല്, നിന്റെ തടിച്ച നാവിനെ കുറിച്ച് നീ വിഷമിക്കേണ്ട കാര്യമില്ല, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുകയാണ്. ഫറവോന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ലോകത്തിന് മുഴുവൻ ദൈവമാക്കിയിരിക്കുകയെന്നല്ല. ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുകയാണ്. അഹരോൻ നിന്റെ പ്രവാചകനായിരിക്കുമെന്ന്. ആരോൺ ഷാൽ ബി എ പ്രോഫറ്റ് അൺടു യു. എന്താ അതിൻ്റെ അർത്ഥം? നിനക്ക് പറയാനുള്ളത് നിനക്ക് പകരം ഫറവോന്റെ മുമ്പിൽ ചെന്ന് പറയുന്നത് ആരായിരിക്കും? അഹരോനായിരിക്കും. ഇതേപോലെ ഒരു പ്രോഫറ്റ്, എന്താ ഒരു പ്രൊഫസിയുടെ പ്രത്യേകത? ഒരു പ്രോഫറ്റ് എന്ന് പറയുമ്പോൾ അയാൾ യഥാർത്ഥത്തിൽ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കേണ്ടത് എന്താണോ അത് ദൈവത്തിന് പകരം വന്ന് പറയുമ്പോഴാണ് അയാൾ പ്രോഫറ്റ് ആകുന്നത്. അതുകൊണ്ട് പ്രൊഫസി എന്നിവിടെ പറയുന്ന കാര്യം ഈ അർത്ഥത്തിലാണ്. ദൈവത്തിന് സംസാരിക്കേണ്ട കാര്യം സഭയിൽ സംസാരിക്കുന്ന വ്യക്തിയാണ് പ്രോഫറ്റ്. അത് എല്ലായ്പ്പോഴും തലേ കൈവച്ചു പറയണമെന്ന് നിർബന്ധമില്ല. അന്യഭാഷയുടെ മുറി പറഞ്ഞു വെച്ചിട്ട് ശേഷം പറയണമെന്ന് നിർബന്ധമില്ല. പുൾപ്പിറ്റിൽ കയറി ഇൻസ്പയർഡായിട്ട് ഒരു മെസ്സേജ് സഭയോട് ദൈവത്തിന് പകരം സംസാരിക്കുന്നവൻ അവൻ പ്രോഫറ്റാണ്. ശരിക്കും അതാണ് ഇൻസ്പയർഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇതിനർത്ഥം ഒരു പ്രവാചകനും ആരോടും വ്യക്തിപരമായി സംസാരിക്കത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. വ്യക്തിപരമായി സംസാരിക്കുന്ന പ്രവാചകന്മാരുണ്ട്, പുൾപ്പിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്ന പ്രവാചകന്മാരുമുണ്ട്. പുൾപ്പിറ്റിൽ നിന്ന് സഭ സംസാരിക്കുമ്പോൾ അത് സഭയോട് മൊത്തമായി സംസാരിക്കുന്നു, വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ ഓരോ വ്യക്തിയോട് സംസാരിക്കുന്നു. ഇത്രയുള്ള വ്യത്യാസം. പക്ഷെ ഇവിടെ പ്രവചനം എന്ന് പറയുമ്പോൾ
ആ പ്രവചനം ദൈവത്തിന് പകരം സഭയോട്, അതൊരു പക്ഷേ വ്യക്തികളോടാകാം, അല്ലെങ്കിൽ കൂട്ടായ്മയോടാകാം, സംസാരിക്കുന്ന ഇൻസ്പയർഡ് സ്പീച്ച് എന്ന നിലയിലാണ് പ്രവചനം എന്ന് നമ്മൾ കാണുന്നത്. എന്നാൽ അതേസമയം പ്രവചനത്തിൻ്റെ മറ്റൊരു ആസ്പെക്റ്റ് ഒരു പക്ഷേ ഞാൻ ഒരു കുറഞ്ഞ ആസ്പെക്റ്റ് എന്ന് കാണുന്നത്. അങ്ങനെ കുറഞ്ഞ ആസ്പെക്റ്റ് എന്ന് ഞാൻ പറയുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ആ കുറഞ്ഞ ആസ്പെക്റ്റ് നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റിലും ന്യൂ ടെസ്റ്റ്മെന്റിലും കാണുന്ന മറ്റൊരു തരത്തിലുള്ള പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്മാരുടെ പ്രത്യേകത, ദൈവം അവരെ കാണിക്കുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുന്നവരാണ്. അതായത് അവരെ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ വിളിച്ചിരുന്നത് ദർശകന്മാർ എന്നാണ്. സീയേഴ്സ്. 8th സെഞ്ച്വറിയിൽ അവരെ വിളിച്ചിരുന്നത് ദർശകന്മാരെന്നാണ്. 8th സെഞ്ച്വറിയിലെ പുസ്തകങ്ങളിലും മറ്റും, BC 8ാം നൂറ്റാണ്ടിലെ പുസ്തകങ്ങളിലും മറ്റും ഉപയോഗിക്കുന്ന വാക്കും അങ്ങനെയാണ്. ആമസിനെ കുറിച്ച്, ആമസ് തെക്കേ രാജ്യത്തിൽ അല്ലെങ്കിൽ സതേൺ കിങ്ഡം യഹൂദിയയിലെ വ്യക്തിയായിരുന്നിട്ടും ദൈവം അവനെ പ്രവചിക്കാൻ വിട്ടത് നോർത്തേൺ കിങ്ഡത്തിലേക്കാണ്. നോർത്തേൺ കിങ്ഡത്തിൽ അവൻ പ്രവചിച്ചപ്പോൾ അമസ്യാവ് അവനോട് പറയുന്നൊരു കാര്യമുണ്ട്, എടോ ദർശക. അവിടെ വിളിക്കുന്ന വാക്ക് പ്രവാചക എന്നല്ല, എടോ ദർശക, താൻ ദർശനമൊക്കെ തെക്കേ രാജ്യത്തിൽ, തൻ്റെ രാജ്യത്തിൽ പോയി പറഞ്ഞാൽ മതി. അവിടെ പോയി ദർശനം പറഞ്ഞ് അഹോവൃത്തി കഴിച്ചോളുക, വല്ലതും തിന്നാനുണ്ടെങ്കിൽ വാങ്ങിച്ചോണ്ട് വല്ലതും കഴിച്ചോടാ. ഇവിടെ വന്ന് പ്രവചിച്ചേക്കരുത്. വയറ്റിപ്പഴപ്പിന് വേണ്ടി ഇവിടെ വന്ന് മനുഷ്യനെ, ഇപ്പം ഞങ്ങളൊക്കെ വടക്കേ ഇന്ത്യ പോകുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അവിടുത്തുകാർ പറയാറുണ്ട് വയറ്റിപ്പഴപ്പിന് വരുന്നതാണ്. അതായത് കേരളത്തിൽ ഗതിയില്ലാഞ്ഞിട്ട് വന്ന ആളുകളാണെന്നുള്ള നിലയിൽ പലപ്പോഴും ഇടപെടാറുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവർക്കെല്ലാം നമ്മളെ വലിയ കാര്യമാണെന്ന്. അങ്ങനൊന്നുമല്ല. അവരിൽ പലരും ചിന്തിക്കുന്നത് ഗതിയില്ലാതെ വന്നവരെന്നുള്ള നിലയിലാണ്. ഞാനൊരിക്കലും ഗ്വാളിയറിലെ ഒരു STD ബൂത്തിൽ നിന്ന് ടെലിഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നത് കേട്ടപ്പോഴത്തേക്ക് വേറൊരാൾ കേട്ടു നിന്ന ഒരാൾ വന്നിട്ടുണ്ട്. ചോദിച്ചു, ഈ ഒരു മലയാളി? ഞാൻ പറഞ്ഞു യെസ്. ഞാൻ കേരളത്തിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് STD ബൂത്തുകാരനോട് പറഞ്ഞു, കേരളം ഉണ്ടല്ലോ, വളരെ മനോഹരമായ സ്ഥലമാണ്, അവിടെ വളരെ എല്ലാം ഹൈലി നല്ല പഠിച്ചവരാണ്, അതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ STD ബൂത്തുകാരൻ ചോദിച്ച ചോദ്യം, പിന്നെന്തിനാ അവനിവിടെ വന്ന് കിടക്കുന്നതെന്ന്? ഇത്ര നല്ല സ്ഥലമാണെങ്കിൽ അവൻ്റെ നാട്ടിൽ കിടന്നാൽ പോരായോ? അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഈ പുറമേ കാണുന്നത് പോലെയൊന്നുമല്ല, ഇവരുടെ എല്ലാം മനസ്സിലെന്താ ചിന്തിച്ചിരിക്കുന്നത്, ഇവൻ ഗതിയില്ലാതെ വന്ന് കിടക്കുന്നെന്നുള്ളതാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞത്, ഇതേപോലെ ആമസിനോട് അമസ്യാവ് പറയുന്ന കാര്യം ഇതാണ്, എടോ ദർശക, താൻ എന്ത് ചെയ്താൽ മതി, തൻ്റെ നാട്ടിൽ പോയി അങ്ങ് പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചോളുക, വല്ലതും കിട്ടാനുണ്ടെങ്കിൽ വാങ്ങിച്ച്, ദർശകനല്ലേ, വല്ലതും വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് ജീവിച്ചോ. അതുകൊണ്ട് ആമസ് പറയുന്നൊരു കാര്യമുണ്ട്. ആമസ് പറയുന്നത് എന്താണ്? ഞാൻ ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും ആയിരുന്നു. ദൈവം എന്നെ വിളിച്ച് സ്പെസിഫിക് ആയിട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയാനുണ്ട്, പാവം ആമോസ് ഇടയൻ, കാട്ടത്തിപ്പഴം പെറുക്കി നടക്കുന്ന ചെറുക്കൻ, അവനോട് കർത്താവ് പ്രവചിക്കാൻ പറഞ്ഞതുകൊണ്ട് പോയതാണെന്ന്. പക്ഷേ ആമസ് പറയുന്നത് അങ്ങനെയല്ല. ആമസ് പറയുന്നത്, യു നോ ഹു ഐ ആം, ഞാനൊരു വലിയ ഫ്ലോക്കിൻ്റെ ഉടമസ്ഥനായിരുന്നെന്നാണ്. ഇടയൻ എന്ന് പറയുന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു നോർമൽ വേർഡ് അല്ല. ഒരു വലിയ ആട്ടിൻകൂട്ടത്തിൻ്റെ ഉടയവനായിരുന്നു ഞാൻ. അല്ലാതെ വെറും ഇടയച്ചെറുക്കൻ എന്നുള്ള വാക്കല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടുത്തെ ഹീബ്രു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് ഒരു വലിയ ആട്ടിൻകൂട്ടത്തിൻ്റെ ഉടയവനായിരുന്നു ഞാൻ. അത് തന്നെയല്ല, ഐ വാസ് എ ട്രഷർ ഓഫ് ദി സിക്കാമോർ ട്രീ. ഞാൻ കാട്ടത്തിപ്പഴം പുറക്കി നടക്കുന്നവനെന്നല്ല, അത്തിവൃക്ഷത്തെ ട്രീറ്റ് ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ബയോടെക്നോളജിയിൽ ഡിഗ്രി ഉള്ളവനാണ് ഞാനെന്നാണ് പറയുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബയോടെക്നോളജിയിൽ. കാര്യം അന്ന് കാലത്ത് നമ്മുടെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് പോലെ അത്തി പഴുക്കുന്ന സമയത്ത് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ഒരു പതിവുണ്ട്. അങ്ങനത്തെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയി സ്പെസിഫിക് ആയിട്ട് അഭ്യസിച്ചവർക്ക് മാത്രമേ ചെയ്യാൻ അറിയത്തുള്ളൂ. അത് ഭയങ്കര ഒരു സ്കിൽഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആമോസ് പറയുന്നത്, ഐ എം എ സ്കിൽഡ് പേഴ്സൺ. നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ബയോടെക്നോളജിയിൽ MTech കഴിഞ്ഞേച്ചാൽ മോനെ ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് പറയുന്നതിന് തുല്യമായ കാര്യമാണ് ശരിക്കും ആമോസ് പറയുന്നത്. അല്ലാതെ പണിയില്ലാതെ വന്നതൊന്നും അല്ലടാ കുട്ടാ. എനിക്ക് വലിയൊരു ഫ്ലോക്ക് ഉണ്ടായിരുന്നു, എനിക്ക് ഒരു തൊഴിൽ അറിയാമായിരുന്നു. എന്നാൽ ദൈവം എന്നോട് പറഞ്ഞു, അതെല്ലാം കളഞ്ഞേച്ച് നിൻ്റെ അടുത്ത് വന്ന് പ്രവചിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, അല്ലാതെ വയറ്റുപഴപ്പിന് വന്നതല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദർശകൻ എന്നുള്ളതാണ്. നമ്മൾ ശമൂവേലിൻ്റെ പുസ്തകം വായിക്കുമ്പോഴും അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ശൗല് തൻ്റെ കാണാതെ പോയ കഴുതകളെ അന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് ബാല്യക്കാരനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ബാല്യക്കാരൻ പറഞ്ഞു, ഇവിടെ ഒരു ദർശകനുണ്ട്. അവൻ്റെ അടുത്ത് നമ്മൾ ചെന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, ഇന്ന് പ്രവാചകന്മാരെന്ന് വിളിക്കുന്നവരെ അന്ന് ദർശകന്മാരെന്നായിരുന്നു വിളിച്ചിരുന്നത്. അതായത് കാലങ്ങൾക്ക് ശേഷം ഈ പുസ്തകം റൈറ്റിങ്ങിൻ്റെ സമയത്ത്
റൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഓതറല്ല, അത് എഴുതുന്നയാൾ എഴുതി ചേർത്തതാണ്. ഈ ആളുകൾക്ക് മനസ്സിലാകാനായിട്ട് എഴുതിയതാണ്. ഈ കാലയളവിൽ ഇപ്പോൾ നമ്മൾ പ്രവാചകന്മാരെന്ന് വിളിക്കുന്നവരെ പണ്ട് വിളിച്ചിരുന്നത് ദർശകന്മാർ എന്നായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് ദർശകന്മാരുടെ പ്രത്യേകത? ദേ ആർ സേഴ്സ്, സീയിങ്. അവർ കാണുന്ന കാര്യങ്ങൾ പറയുക. ഇപ്പം ശമൂവേലിൻ്റെ പ്രവചനം കണ്ടാലും, ഓ നിന്റെ കഴുതെ കാണാതെ പോയല്ലേ, അതിനാണ് വന്നിരിക്കുന്നത്, ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കട്ടെ, കഴുത വീട്ടിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പം നിന്റെ അപ്പൻ നിന്നെക്കുറിച്ച് പ്രയാസപ്പെട്ടിരിക്കുകയാണ്. നോക്ക്, ഹീസ് സീയിങ്. കാര്യങ്ങൾ കണ്ടിട്ട് അത് പറയുന്ന ആളുകൾ. ഇത് പ്രവചനത്തിൻ്റെ ഒരു ചെറിയ, ഏറ്റവും ചെറിയ തലത്തിലുള്ളതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വ്യക്തി കാണുന്ന കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ചൊന്നും അത്ര വലിയ ബോധേഡല്ല. ഇതൊന്നും മാറ്റിമറിക്കണമെന്നൊന്നും വലിയ ആഗ്രഹവുമില്ല. ദൈവം കാണിക്കുന്നു. എന്നോടൊരാൾ പറഞ്ഞു, സാജു ഒരാളോട് പ്രവചനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമോ? ഞാൻ പറഞ്ഞു, ഞാൻ പരിശ്രമിക്കാറുണ്ട്, പക്ഷേ എനിക്കങ്ങനല്ല. എനിക്കൊരു വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് പറയും, പിന്നെ ഞാനത് മറന്നുപോകും. ഞാൻ പറഞ്ഞു, ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ശുശ്രൂഷ. പക്ഷേ എൻ്റെ മനസ്സിലെപ്പോഴും ആഹാബിനോട് വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നുണ്ട്, ഓടിപ്പൊക്കോളാം പറഞ്ഞേച്ച് പിന്നെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ആഹാബ എൻ്റെ മനസ്സ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ ഓടി വന്ന് പ്രവചിച്ചേച്ച് ഇറങ്ങിപ്പോകുന്ന അതൊരു ശുശ്രൂഷ ആയിരിക്കാം, ഞാൻ ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ കയറിയിട്ടുള്ള ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അതാണ്. വെൻ ഗോഡ് റിവീൽ സംതിങ് ടു മീ, ഐ ടെൽ ടു ദ പേഴ്സൺ. പക്ഷെ അതേസമയം ആ വ്യക്തിയുടെ ദൈവം പ്രോമിസ് ചെയ്ത കാര്യത്തിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാനുള്ള വലിയൊരു ടെൻഡൻസി കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകുമെന്ന് അരുളി ചെയ്തവനെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ അധികമായി നൽകണമേ. വി ലവ് യു ഫാദർ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അടവില്ലാതെ പകർന്നു നൽകണമേ. വി ലവ് യു ഹോളി സ്പിരിറ്റ്. വി ലവ് യു. വി വെൽക്കം യു ഹോളി സ്പിരിറ്റ്. വി വെൽക്കം യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. അത് മുത്തോളം പോരായേ, അരയോളം പോരായേ. അത് മുത്തോളം പോരായേ, അരയോളം പോരായേ. നീന്തിട്ടല്ലാതെ കടപ്പാനാകരുതേ. ഓ, നീന്തിട്ടല്ലാതെ കടപ്പാനാകരുതേ. അളവില്ലാതെ, 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 അളവില്ലാതെ നീ നിറയണമേ. ഓ, അളവില്ലാതെ നീ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. എന്റെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ,
പരിശുദ്ധാത്മാവേ